പരിശുദ്ധ ഖുർആനിൻ്റെ പ്രചരണാർത്ഥം കേരളത്തിലുടനീളം സംഘടിപ്പിച്ച ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ പഠിതാക്കളുടെ മഹാസമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ ടി.പി. അബ്ദുള്ള കോയ മദനിയെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ദലാല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ പ്രസ്ഥാന നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് സംസാരിക്കുന്ന, കേൾക്കുന്ന, ചിന്തിക്കുന്ന വളരെ പവിത്രമായ ഒരു സദസ്സ് സമാപിക്കാൻ പോവുകയാണ്. 2 ദിവസമായി ഈ അനുഗ്രഹീതമായ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ മഹാഭാഗ്യമായി നാം കരുതണം. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ശബ്ദമുഖരിതമായ, ബഹളമയമായ നമ്മുടെ ജീവിതത്തിനിടക്ക് ഖുർആൻ കേൾക്കുകയും ഖുർആനിനെ സംബന്ധിച്ച് കേൾക്കുകയും ഖുർആനിലെ ദിവ്യമായ അമൂല്യമായ വിജ്ഞാനങ്ങൾ ഓർമ്മയിലേക്ക് വരുത്തുകയും ചെയ്യുന്ന ഈ സദസ്സ് പുണ്യകരമാണ്. നാം ഈ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിവിധ സംഗമങ്ങൾ അത് കേരളത്തിൽ സുപരിചിതമാണ്. ഒരു ഇടമുറിയാതെ നടക്കുന്ന പ്രക്രിയയാണ് ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനുകൾ. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന രംഗം എന്നും സജീവമാണ്. ഒരു ഭൗതിക പ്രതിഫലത്തിന് വേണ്ടിയല്ലാതെ പരലോകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഹൈറ് ഉമ്മത്തിനെ സൃഷ്ടിക്കുന്നതിലുള്ള പങ്ക് നിർവഹിക്കുന്നവരാണ് മുജാഹിദുകൾ. അവരെ എത്ര ഇകഴ്ത്താൻ ശ്രമിക്കുന്ന ശക്തികളും പരാജയപ്പെടുകയും ഈ ഒരു മുന്നേറ്റത്തിന് സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ അനുഭവമാണ്, കാഴ്ചയാണ് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് പറയാനുള്ളത്. ഒട്ടേറെ ചരിത്രങ്ങൾക്ക് സാക്ഷിയാണ് നമ്മുടെ ജീവിതം. അതിൽ ഈ ദൈവത്തിൻ്റെ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിലെല്ലാം നാം ഓർക്കേണ്ടത്, നേരത്തെ നമ്മുടെ പ്രസ്ഥാനത്തിലെ യുവനേതാവ് സക്കരിയ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ അടുത്ത QHL സംഗമത്തിന് ആരാണ് ഉണ്ടാവുക? അടുത്ത നമ്മുടെ സംഗമത്തിൽ ആരാണ് പങ്കെടുക്കുക? കഴിഞ്ഞ സംഗമത്തിലുണ്ടായിരുന്ന ആളുകൾ ഇതിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹവുമായി ജീവിച്ചു. ഇന്ന് പങ്കെടുക്കാൻ സാധിക്കാതെ പോയ ഹതഭാഗ്യർ എത്ര പേരുണ്ട്? ഈ ഒരു ചിന്ത നമ്മളെ സ്വാധീനിക്കണം. ഓരോ സന്ദർഭത്തിലും ഈ ഒരു പവിത്രമായ ചിന്തയോടെ, വികാരത്തോടെ ഒന്നായി കൂടിച്ചേർന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ സഹോദരന്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ഈ ദഅവ മുന്നേറ്റത്തിന്, ഈ പവിത്രമായ സംഘടനക്ക് എല്ലാം നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിർഭരമായ ഒരു മനസ്സ്, അതാണ് നമ്മളെ ഇതിനെ നിലനിർത്തുന്നത്. നമ്മുടെ ആരുടെയും കഴിവുകളല്ല, നമ്മുടെ പ്രവർത്തനങ്ങളല്ല, മറ്റ് ഭൗതിക വിഭവങ്ങളല്ല, സാഹചര്യങ്ങളല്ല.
എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവുകയാണ്. ഞാനിവിടെ തെക്കൻ ഭാഗത്തെ ഇസ്രായേൽ പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന രംഗത്ത് ISMൻ്റെ പ്രവർത്തകനായിരുന്ന കാലഘട്ടം മുതൽക്ക് ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന നമ്മുടെ ഇന്നത്തെ വൈസ് പ്രസിഡന്റ്, കൊല്ലം ജില്ലയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഡോക്ടർ മൻസൂർ സാഹിബ്, അദ്ദേഹം ഇന്ന് രോഗബാധിതനായി ചികിത്സയിലായി ഏതാനും ദിവസങ്ങൾ അല്ല മാസം തന്നെ പിന്നിട്ടിരിക്കുകയാണ്. കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം. ഒരു പ്രഗത്ഭ വിശുദ്ധനായിട്ട് പോലും ദൈവത്തിന് സമയം കാണുകയും അതിൻ്റെ സംഘാടനത്തിന് ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത ആ മഹാമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രോഗശയ്യയിൽ നിന്ന് അല്ലാഹു തആല എത്രയും വേഗം അദ്ദേഹത്തിന് മോചനം നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് സെഹത്തും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ ആദർശ ബന്ധുക്കളിൽ, നമ്മുടെ സ്നേഹജനങ്ങളിൽ എല്ലാം രോഗബാധിതരായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, വിഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല എത്രയും വേഗം ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭൗതികമായ ശരീരത്തിൻ്റെ ചലനങ്ങളല്ല, ഇവിടെ ആരാധനകൾ എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നതല്ല, അതിന് ആന്തരികമായി പ്രചോദനം നൽകുന്ന മനസ്സിൻ്റെ സാന്നിധ്യമാണ് ഏതൊരു അനുഷ്ഠാന കർമ്മങ്ങളുടെയും ഏതൊരു ആരാധനയുടെയും മൂല്യവത്തായ ഭാഗം എന്ന് നാം മനസ്സിലാക്കണം. ഈ സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തആല ഇതിനെ സംരക്ഷിച്ച് നിർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഈ പൊതുസംഗമത്തിൻ്റെ പ്രമേയം. അതിൻ്റെ പഠിതാക്കളുടെ സംഗമമാണിവിടെ. ആ ഖുർആനെയും ഹദീസിനെയും സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണിവിടെ. അത് പുണ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു. റഹ്മത്തിൻ്റെ മലക്കുകൾ ഈ സദസ്സിൽ ഇറങ്ങുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അല്ലാഹുവിൻ്റെ അനുഗ്രഹം വ്യത്യസ്ത പരീക്ഷണങ്ങൾക്ക് വിധേയമായ നമ്മുടെ പ്രസ്ഥാനത്തിന്, നമ്മുടെ ദഅവത്തിന്, തൗഹീദ് പ്രചരണത്തിന് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് നിലവിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, നമ്മുടെ മദനി, അതേ പ്രകാരം തന്നെ അബ്ദുറഹിമാൻ സലഫി, അനസ് മൗലവി, KV അബ്ദുൽ ലത്തീഫ് മൗലവി തുടങ്ങിയിട്ടുള്ള ആളുകൾ എനിക്ക് പിന്നീട് സംസാരിക്കാനുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി സമയം നീക്കുകയാണ്. ഒരു കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കണം. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഭീകരതയ്ക്കെതിരെയുള്ള ഒരു ശബ്ദം, വളരെ ശക്തമായ ഒരു ശബ്ദം. എല്ലാവരും കാതോർക്കുകയാണ്. അത് കാതോർത്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മുടെ ഈ സ്റ്റേജിൽ കേരളത്തിലെ സമുന്നത രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗത്തിൽ അടങ്ങിയിരിക്കുന്നത്. നാം പലരും ധരിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണിതെന്നും ആ സംഘടനയുടെ ദൗത്യം മുസ്ലിങ്ങളിൽ മാത്രമേ അറിയുള്ളൂ എന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയില്ല എന്നും ആരെങ്കിലും ധരിച്ചുവെങ്കിൽ തെറ്റാണ് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന പ്രഭാഷണങ്ങളാണ് ഇന്ന് ഇവിടെ വെച്ച് തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ സമുന്നതരായ രാഷ്ട്രീയ നേതാക്കൾ, അവരുടെ വീക്ഷണങ്ങൾ എന്താവട്ടെ, അവരുടെ കാഴ്ചപ്പാടുകൾ എന്താവട്ടെ, അവർ മുജാഹിദ് സ്റ്റേജിൽ വന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പുകഴ്ത്തുന്നു എന്നല്ല
വളരെ തരം താഴ്ന്ന ചിന്തയല്ല നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അവരിവിടെ ശ്രദ്ധിക്കുന്നു സംഘടനകളെ, അവരുടെ പ്രവർത്തനങ്ങളെ. ആര് ഇകഴ്ത്താൻ ശ്രമിച്ചാലും അതിൻ്റെ ചരിത്രവും പാരമ്പര്യവും നമ്മുടെ ഈ തുറന്ന ശബ്ദം ഒരു ചുമരുകൾക്കുള്ളിലുള്ള പ്രബോധനമല്ല നാം നടത്തുന്നത്. നാം പൊതുവായി സുതാര്യമായി സമൂഹമധ്യത്തിലാണ് നമ്മുടെ ദഅവത്ത് നടക്കുന്നത്. ഇത് തലങ്ങും വിലങ്ങും പോകുന്ന മനുഷ്യർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പ്രവിശാലമായ മൈതാനിയിൽ ഈ മുന്നിലിരിക്കുന്ന ആളുകളാണ് ഇത് കേൾക്കുന്നത് എന്ന് നാം ധരിക്കുന്നില്ല. നമുക്ക് മറച്ചു വെക്കേണ്ട ഒന്നുമില്ല. ജനങ്ങളെ ധരിപ്പിക്കണം. ലോകത്ത് ഏറ്റവും വലിയ ഭീഷണിയായി വന്ന ഭീകരപ്രസ്ഥാനമാണ് IS. നമുക്ക് പോലും പരിചയമില്ലായിരുന്നു എന്ന്. അത് ഇസ്ലാമിൻ്റെ പേരിൽ, മുസ്ലിംകളുടെ പേരിൽ ലോകത്ത് ഉണ്ടായിട്ടുള്ള ഒരു മഹാഭീകര പ്രസ്ഥാനം എന്നാണ് ധരിച്ചത്. അല്ല, ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിൻ്റെ പവിത്രമായ ആശയങ്ങൾക്കെതിരിൽ, ഇസ്ലാമിൻ്റെ വശ്യമായ അതിൻ്റെ ദഅവത്തിനെതിരിൽ ലോകത്ത് അതിൻ്റെ സാമ്രാജ്യത്വവും ലോകത്തെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളും കൂടിയുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് IS. ഞാൻ ആദ്യമൊക്കെ ഇത് കേട്ടപ്പോൾ എന്താണ് ഈ സാധനം ഞാൻ ആലോചിച്ച്. ആർക്കും അറിഞ്ഞുകൂടാ. അതിൻ്റെ ചരിത്രമില്ല, അതിന് വേരുകളില്ല, അതിന് നേതാക്കൾ ആർക്കും അറിഞ്ഞുകൂടാ. ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ നാം കേട്ടിട്ടില്ല, മതനേതാവിനും കേട്ടിട്ടില്ല, ഒരു പണ്ഡിതനും കേട്ടിട്ടില്ല, ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് കേട്ടിട്ടില്ല. ആരാണ് ഈ അബൂബക്കർ ബഗ്ദാദി? അതിവിടുത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നാണ് പഠനത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടത്. എങ്ങനെ ഈ ഖലീഫ ഇറങ്ങി വന്നു? ഇസ്ലാമിക പൗരാണിക ചരിത്രത്തിൽ ഇസ്ലാമിലെ മഹാന്മാരായ ഖലീഫമാരെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അവരുടെ ഭരണത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഖലീഫയും അതിനെ അനുഗമിക്കുന്ന ആളുകളും ലോകത്ത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത നരനായാട്ട് നടത്തിക്കൊണ്ടാണ്, പിഞ്ചോമനകളെപ്പോലും കുത്തി മലർത്തിക്കൊണ്ടാണ് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുന്നത്. ആരാണിതിൻ്റെ സൃഷ്ടി? നാം ഓർക്കണം, മുസ്ലിം രാജ്യങ്ങളുടെ നടുവിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിച്ചത് സാമ്രാജ്യത്വമാണ്. ഈ പാവപ്പെട്ട സമുദായം അതിനെ അനുഭവിക്കുകയാണ് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ പ്രവാചകൻ മഹത്തായ പ്രതിഫലം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, നമുക്ക് തീർത്ഥാടനത്തിന് പോകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള 3 പവിത്ര ഗേഹങ്ങളിൽ ഒന്നായ മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിക്കാൻ പോയ, അല്ലെങ്കിൽ അവിടെയുള്ള യാത്രയിൽ ആ പള്ളിയിൽ കയറാൻ സാധിച്ച ആളുകൾക്കറിയാം ഞെട്ടിക്കുന്ന കഥ. പ്രവാചകന്മാരുടെ പാദങ്ങൾ കൊണ്ട് ധന്യമായ, ദഅവത്ത് കൊണ്ട് സജീവമായ ആ പ്രദേശങ്ങൾ, മസ്ജിദുൽ അഖ്സയുടെ പരിസരം ബറക്നാ ഹൗലഹു എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. നാം അതിൻ്റെ ചുറ്റുഭാഗം പവിത്രമാക്കിയിരിക്കുന്നു. ദഅവത്ത് കൊണ്ട്, നുബുവത്ത് കൊണ്ട് ധന്യമാക്കിയ ആ പ്രദേശത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ തോക്കുധാരികൾ ഭീകരമായ താണ്ഡവം, അവരുടെ അകമ്പടിയാണ് അവിടേക്ക് കടന്നു വരുന്ന ഒരു വിശ്വാസിക്ക് കാണാൻ സാധിക്കുന്നത്. ആരാണത് ഉണ്ടാക്കിയത്? മഹാന്മാരായ പ്രവാചകന്മാർ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ അനുഗ്രഹീതമായ ആ പ്രദേശം ഇത്ര ഭയവിഹ്വലമാക്കിയ സാഹചര്യമുണ്ടാക്കിയത് ആര്? 100% മുസ്ലിമീങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ലോകത്തെമ്പാടുമുള്ള ജൂതന്മാരെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് പാലൂട്ടി വളർത്തുന്ന സാമ്രാജ്യത്വ ശക്തികൾ. ആ ഒരു നഗ്ന സത്യം ഇന്നും നാം കാണുകയാണ്. അതുപോലെ ലോകത്ത് അവർക്ക് അജണ്ടയുണ്ട്.
ഓരോ സ്ഥലത്തും അവർക്ക് അജണ്ടയുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിന്റെ ജീവിതം കൊണ്ട് ധന്യവും അനുഗ്രഹീതവുമാണ് ഫലസ്തീൻ. അതേ പ്രകാരമുള്ള ഒട്ടധികം പ്രദേശങ്ങൾ സിറിയയിലേക്കാണ് പ്രവാചകൻ ആദ്യമായി നുബുവത്തിന് മുമ്പ് തന്നെ വർത്തക സംഘത്തിലെ അംഗമായി പോയത്. ആ സിറിയയുടെ അവസ്ഥ എന്താണിന്ന്? അതിൻ്റെ തൊട്ടടുത്തുള്ള ഇറാഖ്, ജോർഡാൻ, ചരിത്രപ്രസിദ്ധമായ ബഗ്ദാദ് നഗരം, അതുപോലെയുള്ള പ്രസിദ്ധമായ സ്ഥലങ്ങൾ, അതിനെയെല്ലാം നശിപ്പിച്ച് സ്പെയിനിൻ്റെ മാതിരി മുസ്ലിം സംസ്കാരത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് നടക്കുന്നത്. അതിൻ്റെ സന്തതിയാണ് IS എന്ന ഭീകര പ്രസ്ഥാനം എന്ന് ഞാനല്ല പറയുന്നത്. അതാരുടെ സൃഷ്ടിയാണെന്ന് പരസ്പരമിത ഇപ്പോൾ നടന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരവേലക്കിടയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും പരസ്പരം പഴിചാരുകയാണ് ആരാണ് ISനെ സൃഷ്ടിച്ചതെന്ന്. ഇത് നേരെ അഫ്ഗാനിൽ പരീക്ഷിച്ചതാണ്. അനന്തരം അറബി ലോകത്ത് മുഴുവൻ പരീക്ഷിക്കുകയാണ്. എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെ നേരെയുള്ള ഗൂഢാലോചനയുടെ തുടർ പ്രവർത്തനം തന്നെയാണ് ISൻ്റെയും പ്രവർത്തനം. ആ ISനെതിരിൽ ഇന്ത്യയിൽ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർ, അവരേത് മതവിശ്വാസികളാവട്ടെ, ഏത് ഭരണത്തിന് കീഴിലാവട്ടെ, ഇത്തരം ഭീകരന്മാരായ ഒരു വിഭാഗം ആളുകളെ ആര് പാലൂട്ടി വളർത്തുകയാണെങ്കിലും അവർക്കെതിരെ ശബ്ദിക്കാൻ മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മകൾ ഉണ്ടാകണം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും ശക്തമായ ശബ്ദം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റേതാണ്. ISനെതിരിൽ അത് ഏറ്റവും അധികം അക്രമങ്ങൾ തൊടുത്തുവിട്ടത് സലഫി ആശയമനുസരിച്ച് ഏറെക്കുറെ ഭരണം നടത്തുന്ന സൗദി അറേബ്യക്കെതിരിലാണ്. എല്ലാ വിഭവങ്ങളും ISനെതിരിൽ ചെലവഴിക്കുന്നതും IS നശിപ്പിക്കുന്നതും സൗദി അറേബ്യ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള സലഫി പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ആശയങ്ങളെയും അതിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളെയുമാണ്. അറബി ലോകത്ത് ഒന്നിച്ചാണ്. മദീനത്തുൻ നബിയിൽ അവരുടെ ദംശനങ്ങളെത്തി, ചവേറുകളടക്കം അവിടെ ചെന്നു. ഇപ്പോൾ മക്കയുടെ നേരെയും അവിടെ ബോംബുകൾ വർഷിച്ചു. എന്തെന്ത് ഭീഷണികളാണ് നിലവിൽ ഇരിക്കുന്നത്? പരസ്യമായി ആ ഭീകര പ്രസ്ഥാനത്തിനെതിരിൽ ഈ രാജ്യത്ത് വളരെ സംഘടിതമായ ജനകീയ പ്രബോധനം, ബോധവൽക്കരണം നടത്തുന്ന പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനമാണ്. എത്ര പൊതുയോഗങ്ങൾ നടന്നു, ജനങ്ങൾ മനസ്സിലാക്കി. ആ ഭീകര പ്രസ്ഥാനത്തെ മാത്രമല്ല, അതിൻ്റെ ചലനങ്ങളെ, അതിൻ്റെ എന്തെങ്കിലും അതുമായി വിഹിതമോ അവിഹിതമായോ ബന്ധം പുലർത്തുന്ന ചിന്തകളെയും നീക്കങ്ങളെയും ആ നിലക്കുള്ള പ്രസ്ഥാനങ്ങളെയുമെല്ലാം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഈ കേരളത്തിലടക്കം ഏറ്റവും വലിയ ബോധവൽക്കരണം നടത്തുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദവുമായി ഒരു ബന്ധവും അതിനില്ല. ആരെന്തു പറഞ്ഞാലും ഇതിൻ്റെ സംഘടനയുടെ ഔദ്യോഗികമായ നേതൃത്വവും അതിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രബോധന രംഗവും വളരെ ശക്തമായി അതിനെ നിഷേധിക്കുകയാണ്. IS എന്ന ഭീകര പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയാണ്. അതുമാത്രവുമല്ല, ഇസ്ലാം സമാധാനത്തിൻ്റെതാണ്. എവിടെയും സലാം, സമാധാനം എന്ന് പറയുന്ന ഒരു മതദർശനം കാണാൻ കഴിയുമോ? ഏതൊരു കുഞ്ഞു പിറന്ന് വീണ മുതൽ മരണം വരെയുള്ള ഏതൊരു മാറ്റങ്ങളുടെ, ഏതൊരു വളർച്ചയുടെ ഏത് ഘട്ടങ്ങളിലും അവൻ സലാമാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്നാണ് അഭിവാദ്യം. നമസ്കാരം അവസാനിപ്പിച്ച് അവൻ ഇടതും വലതും തിരിയുമ്പോൾ സമാധാനത്തിൻ്റെ പ്രാർത്ഥനയാണ് അവൻ നടത്തുന്നത്. അവൻ്റെ ശത്രുക്കൾക്ക് പോലും, അവൻ്റെ വിരോധികൾക്ക് പോലും, എതിരാളികൾക്ക് പോലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടും അത് തന്നെയാണ്.
അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം. നിങ്ങൾക്ക് എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത്. അള്ളാഹുവിൻ്റെ സമാധാനം എല്ലാ രംഗത്തും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ എങ്ങനെ ഭീകരവാദികളാകും? അങ്ങനെ എന്തെങ്കിലും ആ നിലക്കുള്ള ഒരു ആവശ്യത്വം മുസ്ലിങ്ങളിൽ നിന്നുണ്ടാക്കാൻ പാടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ചരിത്രവും അതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കുക. ഒരു 100 കൊല്ലത്തെ ചരിത്രം. കഴിഞ്ഞ കോഴിക്കോട് 8ാമത് മുജാഹിദ് സമ്മേളനം കേരളത്തിലെ മുഴുവൻ ആളുകളെയും ധരിപ്പിക്കുകയുണ്ടായി. 100 കൊല്ലത്തെ സംഘടിതമായ പ്രവർത്തനം. ആ പ്രവർത്തനം തുറന്ന പുസ്തകമാക്കി ഇവിടെ വെച്ചു. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഒരു നടപടിക്ക്, ഒരു വർഗീയമായ കാഴ്ചപ്പാടിന്, ഏതെങ്കിലും അന്യമതക്കാരുടെ അവരുടെ പ്രാർത്ഥനാലയങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക നിലയങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ അവരുടെ പ്രബോധന സംരംഭങ്ങൾക്കെതിരിൽ എന്തെങ്കിലും ഒരു നീക്കം ഈ 100 കൊല്ലത്തെ സംഘടിതമായ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? അതിൻ്റെ നേതാക്കളെ ഇതാ എണ്ണി പറയുന്നു. ഓരോരുത്തരും കെ.എം. മൗലവി സാഹിബ് മുതൽക്ക് സനാഉല്ലാ മക്കി തങ്ങൾ മുതൽക്ക് ദീർഘമായ ചരിത്രത്തിലുള്ള വളരെ ഉന്നതരായ ആളുകൾ അവരിവിടെ മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും പൂർണ്ണമായി ഉൾക്കൊണ്ട് സമൂഹ മധ്യത്തിൽ ജീവിച്ചവരായിരുന്നു. ഒരുപക്ഷെ അവരെ ആദർശത്തോട് യോജിക്കാൻ നമുക്ക് സാധിച്ചില്ലെന്ന് വന്നേക്കാം. അതിന് എതിരാളികളുണ്ടായേക്കാം. അവരിവിടെയുള്ള ജനമധ്യത്തിൽ ജീവിച്ചു. ഏതെങ്കിലും ഒരു മുജാഹിദ് നേതാവിനെ സംബന്ധിച്ച് ഒരു വർഗീയമായ എന്തെങ്കിലും ഒരു ചലനം ആർക്കെങ്കിലും ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു ദേവാലയത്തിനെതിരിൽ, ഏതെങ്കിലും ഒരു മറ്റു മതങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെതിരിൽ അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അവരെ പിടിക്കപ്പെട്ടവരിൽ ആരെങ്കിലും മുജാഹിദുകളുണ്ടോ? ആ കഴിഞ്ഞ കാല നേതാക്കളുടെ ചരിത്രം അതാണ്. പിന്നെ എന്തേ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ? വളരെ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലും നടന്നിട്ടുണ്ട്. മുജാഹിദുകളുടെ ജീവിക്കുന്ന ചരിത്രം, കഴിഞ്ഞുപോയ ചരിത്രം, അതിൽ നിന്നൊന്നും തന്നെ ഈ സമൂഹത്തിന് ഗുണകരമല്ലാത്ത, സമാധാനത്തിന് ഭംഗം വരുത്തുന്ന തീവ്രവാദപരമായ ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം പോലും എടുത്തു പറയാൻ കഴിയാത്ത വിധത്തിൽ സുതാര്യമായ സുവ്യക്തമായ പ്രവർത്തന പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ കരുതിക്കൂട്ടി ഇകഴ്ത്താൻ ഒരു ഗൂഢാലോചന ഇവിടെയും നടക്കുന്നു, കേരളത്തിലും നടക്കുന്നുണ്ട്. അതിവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ദീനിന്, ശരീഅത്തിന്, ഇലാഹിന് എല്ലാം ഭൗതികമായ ഭരണകൂടത്തിൻ്റെ സാങ്കേതിക പദങ്ങൾ ചേർത്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ അവർ ലോകത്തിൻ്റെ മുന്നിൽ പരിഹാസ്യരായി മാറിയപ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്ന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് സലഫിയ്യത്തിനെ ആക്ഷേപിക്കാൻ തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സലഫിയ്യത്ത് തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണം. പക്ഷേ ആ തെറ്റിദ്ധാരണകൾ വിലപ്പോയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, ഇന്നിവിടെ പ്രസംഗിച്ച രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, കേരളത്തിൽ ഈ ഭീകരതയ്ക്കെതിരെ എന്ന പ്രമേയവുമായി നൂറുകണക്കുള്ള യോഗങ്ങൾ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്നു, അനന്തരം മണ്ഡലം തലങ്ങളിൽ നടന്നു, ശാഖാതലങ്ങളിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്, ഭരണകൂട നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാം തിരിച്ചറിയുകയാണ് ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി നിൽക്കുന്ന പ്രസ്ഥാനമാണിതെന്ന്. അവരത് കേട്ട് മനസ്സിലാക്കുന്നു, അനുഭവിച്ചറിയുന്നു, അവർ തുറന്ന് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ ഈ നിലക്കുള്ള പ്രചരണങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിനെതിരിൽ വിലപ്പോവുകയില്ല എന്നതിൻ്റെ വളരെ സന്തോഷകരമായ പ്രതികരണങ്ങളാണ്
നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇവിടുത്തെ ജനാധിപത്യവും ഇവിടുത്തെ മതേതരത്വവും സംരക്ഷിക്കപ്പെടണം. അതെല്ലാം താകൂത്തായി തള്ളിപ്പറഞ്ഞ ആളുകൾ, ഞാൻ ഇതിലെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, ഒരു പദം തന്നെ അവരെ പ്രകോപിതരാക്കുന്നു എന്നത് വ്യക്തമായി നാം കണ്ടതാണ്. ഒരു ലേഖനത്തിൽ ഈ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾ നൽകിയതാണ് ഇതിനെല്ലാം കാരണമെന്ന ഒരൊറ്റ പ്രയോഗം വിരളി പിടിപ്പിക്കുകയും സലഫിയത്തിൻ്റെ പേരിൽ ഒന്നായി കുതിര കയറുകയും ചെയ്ത ചില ലേഖനങ്ങൾ നാം വായിക്കുകയുണ്ടായി. മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടല്ല, മുസ്ലിം സമൂഹം ഇന്നത്തെ നിലക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നാം പോകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്നേ വരെ ഇല്ലാത്ത പരീക്ഷണങ്ങൾ, നമുക്കെതിരിൽ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വികാരജീവികളായി മാറാൻ പാടില്ല, വൈകാരികമായ മറുപടികൾ പാടില്ല, വൈകാരികമായ സമീപനങ്ങൾ പാടില്ല. മാന്യമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യതയുണ്ട്. സലഫി പ്രസ്ഥാനത്തിൻ്റെ ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, അനുഭവങ്ങൾ, അതിനെതിരിൽ ആരെങ്കിലും പേനയൊന്ന് കോർത്താൽ മാറിപ്പോകുന്നതല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്നുള്ളതാണ് കേരളത്തിലെ മതരാഷ്ട്രീയ രംഗത്തുള്ള നേതാക്കൾ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതമാണ് മറുപടി. നമ്മുടെ പ്രഭാഷണം മാത്രമല്ല, നമ്മുടെ മാധ്യമങ്ങളല്ല, നമ്മുടെ ജീവിതമാണ് മറുപടി. ഓരോ പ്രദേശത്തെയും മതസൗഹാർദ്ദത്തിൻ്റെയും മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ രാഷ്ട്രീയമായി ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും എല്ലാം കൂട്ടായ്മയിൽ സജീവമായ പങ്കാളിത്തം മുജാഹിദ് പ്രവർത്തകന്മാരുണ്ടാകണം. നേരത്തെ അങ്ങനെയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മുന്നേറിയപ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ നമ്മുടെ നേതാക്കളായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ ഉന്നതരായ നേതാക്കൾ. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണരംഗത്തും നമ്മുടെ നേതാക്കളുണ്ട്. അനന്തരമുള്ള 70 വർഷത്തെ ചരിത്രം, ആ ചരിത്രത്തിലും നിർണായകമായ സ്ഥാനമാണ് മുസ്ലിം സമൂഹത്തിനും മുജാഹിദ് പ്രസ്ഥാനത്തിനും സലഫി മുന്നേറ്റങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. എവിടെ സംഘർഷമുണ്ടോ അവിടേക്ക് കടന്നു വന്ന സമാധാനത്തിൻ്റെ സന്ദേശം പ്രകടിപ്പിക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും ത്യാഗം വരിക്കാൻ തയ്യാറാവുകയും ചെയ്ത മഹനീയമായ ചരിത്രത്തിന് ഒരു കളങ്കവും ഭാവിയിലുണ്ടായിക്കൂടാ. വളരെ വിശാലമായ വിട്ടുവീഴ്ചകൾ നമുക്കുണ്ടാകണം. ഇതര മതവിഭാഗങ്ങളോടുള്ള സൗഹാർദ്ദം നാം നിലനിർത്തണം. പ്രവാചകൻ അവസാന നിമിഷം വരെ പുലർത്തിയിരുന്ന ആ സമീപനം നാം സ്വീകരിക്കണം. അയൽവാസികളോടുള്ള നമ്മുടെ ബന്ധങ്ങൾ മാതൃകാപരമായിരിക്കണം. അതിന് മതത്തിൻ്റെ വ്യത്യാസമില്ല, അയൽവാസി എന്ന പരിഗണന മാത്രമേ ഉള്ളൂ. ആ നിലക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം, മാതൃകാപരമായി നിൽക്കാൻ സാധിക്കണം. സാമൂഹ്യ പരിഷ്കരണങ്ങളിൽ മുൻപന്തിയിൽ നമ്മളുണ്ടായിരിക്കണം. എല്ലാ തരത്തിലുള്ള സൗഹാർദ്ദങ്ങളുടെയും കൂടെയായിരിക്കണം നാം ഉണ്ടാകേണ്ടത്. സംഘർഷങ്ങളിലല്ല നാം ഉണ്ടാകേണ്ടത്. നാം സമാധാനത്തിൻ്റെ വക്താക്കളാകണം, സംഘർഷത്തിൻ്റെ വക്താക്കളല്ല. ആ നിലക്ക് നമ്മുടെ ISMന്റെ പ്രവർത്തകരോട്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുന്ന പഠിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഖുർആനിൻ്റെ ജീവിക്കുന്ന മാതൃകകളാവുക. പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക സ്വീകരിക്കുക. ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ന് ഇന്ത്യയിൽ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും വെച്ച് കിട്ടാനാണ് നബി ഹിജറ പോയത്, നബി തായിഫിലേക്ക് പോയത്, നബി മദീനയിലേക്ക് പോയത്, ജാഫർ ബിൻ അബി താലിബ് എത്യോപ്യയിലേക്ക് പോയത്. അതേ പ്രകാരം അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നബി മദീനയിൽ യഹൂദികളുമായി ഉടമ്പടി ഉണ്ടാക്കിയത്. നേരത്തെ നിങ്ങളത് കേട്ടു. സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് മുശ്രിക്കുകളുമായി ഹുദൈബിയ സന്ധി ഉണ്ടാക്കിയത്. ഈ വിട്ടുവീഴ്ചകളുടെയും ഉടമ്പടികളുടെയും മിശ്ര ജീവിതത്തിൻ്റെയും സമുന്നതമായ മര്യാദകൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അപവാദങ്ങൾ നമ്മുടെ പേരിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ ജീവിതം കൊണ്ട് അതിന് മറുപടി പറയണം എന്നാണ് ISMന്റെ നല്ലവരായ പ്രവർത്തകന്മാരുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളത്.
എല്ലാ നന്മകളുടെയും മുന്നിൽ നിങ്ങൾ ഉണ്ടാവുക. നാട്ടിലെ എല്ലാ നന്മകൾക്കും നിങ്ങൾ സാക്ഷികളാകുണ്ടാവുക. രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നു. ഭരണകൂടങ്ങൾ മാറി മാറി വരുന്നു. നിഷ്ക്രിയരായി രാഷ്ട്രീയത്തിലൊന്നും പങ്കെടുക്കാതെ നിൽക്കുന്ന ആളുകൾ ഇന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് എന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു നിമിഷം ഇവിടുത്തെ ഭരണാധികാരി 8:20 പറഞ്ഞു, ഇന്ന് നിലവിലുള്ള 100-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ 12 മണിയായാൽ അത് കടലാസിൻ്റെ വിലയാണ് എന്ന് യാതൊരു സങ്കോചവുമില്ലാതെ ഈ നാട്ടിൽ വിളിച്ചു പറഞ്ഞൊരു ഭരണാധികാരിയുടെ ചിത്രം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നാം അധ്വാനിച്ചുണ്ടാക്കിയ പണം, ആരുടെയും ഔദാര്യമല്ല, നമ്മുടേതായ പണം, നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യസിക്കുന്നത് നാം അധ്വാനിച്ചുണ്ടാക്കിയത്, അത് കടലാസിൻ്റെ വിലയാണെന്ന് പരിഹാസ്യമായി പറഞ്ഞ് നാട് വിട്ടുപോയ ഒരു പ്രധാനമന്ത്രിയെ നാം കാണുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല. പക്ഷേ ആരോട് പറയുന്നു എന്ന് അറിയാമോ? രാഷ്ട്രീയ വിരക്തി ബാധിച്ച് അരാഷ്ട്രീയവാദവുമായി നടക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിലെ യുവാക്കൾ രാഷ്ട്രീയത്തെ മാനമായി പഠിക്കുകയും അന്തസ്സായി പഠിക്കുകയും അതിൻ്റെ വിധി നിർണയത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മുൻകാല നേതാക്കന്മാരെ പോലെ നാമും പ്രകടിപ്പിക്കണം. മുജാഹിദ് പ്രവർത്തകന്മാർ ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കാൻ പറ്റാവുന്ന ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഭരണകർത്താക്കളെ സൃഷ്ടിക്കുന്നതിന് ആവുന്ന പങ്ക് നിർവഹിച്ചുകൊണ്ട് രാഷ്ട്രീയവാദത്തെ നിങ്ങൾ തള്ളി മാറ്റുക, ഒഴിവാക്കുക. എന്നിട്ട് എല്ലാ രംഗത്തും മാന്യമായ നിലക്ക് അതിൽ പങ്കെടുക്കുക. നാട്ടിൻ്റെ പുനർനിർമ്മാണത്തിലും വികസന പ്രവർത്തനങ്ങളിലുമെല്ലാം, അതുപോലെ നാട്ടിലെ മതസൗഹാർദ്ദവും ഐക്യവും നിലനിർത്തുന്നതിൽ, ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നതിൽ എല്ലാം മാതൃകാപരമായി ഖുർആൻ വരച്ച് കാണിച്ച ജീവിതം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സാക്ഷികളായി ജീവിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.